ഗുരുജി എന്താണ് സാധന? ധനമുണ്ട് എന്ന് വെച്ചാൽ എന്താ അറിയാമല്ലോ? എന്താ ധനം? പണം, പവർ, ഇതൊക്കെ ധനമാണല്ലേ? പവറും ധനമല്ലേ നേടാൻ വേണ്ടിയുള്ള ആഗ്രഹം. ഏറ്റവും വലിയ ധനം ഏതാണെന്നറിയോ? ഞാൻ തന്നെയാണ്. ആ എന്നെ സാധ്യമാക്കാനുള്ള ഉപായത്തെ സാധന എന്ന് വിളിക്കാം. സാധ്യം എന്ന് വെച്ചാൽ നേടുവാൻ, എന്നെ നേടാനുള്ള ഏത് ഉപായത്തെയും സാധന എന്ന് വിളിക്കാം. സാധന എല്ലാവരും ചെയ്യേണ്ട ഒന്നാണോ? സ്വധനം എന്ന് വെച്ചാൽ സ്വന്തം ധനം നേടുവാൻ ആഗ്രഹം ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാം സാധന ചെയ്യണം. സ്വന്തം ധനം നേടുവാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് നമുക്കുണ്ടോയെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സ്വന്തം ധനം നേടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം എല്ലാവർക്കും ഹാപ്പിയാകാൻ താല്പര്യമില്ലേ? എല്ലാവർക്കും സുഖമായിരിക്കാൻ ആഗ്രഹമില്ലേ? അപ്പോൾ എല്ലാവർക്കും സ്വധനം നേടാൻ ആഗ്രഹമില്ലേ? ആ സ്വധനം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ആനന്ദം. അപ്പോൾ സാധന എല്ലാവരും ചെയ്യേണ്ടതാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യണം. ഏത്? സ്വന്തം ധനം, ആനന്ദത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശാന്തിയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രേമത്തിൽ മഗ്നനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധനയുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയും. അപ്പോൾ സാധന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും? എല്ലാവർക്കും ഒരുപോലെ ആവില്ല. എല്ലാവരും ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ചോദ്യത്തിന് നേരിട്ട് ഞാൻ ഉത്തരം പറയാത്തതിന് കാരണം ഞാൻ ആരെങ്കിലും ഫോഴ്സ് ചെയ്യാൻ ഞാൻ ആരുമല്ലല്ലോ. ചിലർക്ക് ചെയ്യണ്ട, എനിക്ക് വേണ്ട എന്ന ആഗ്രഹമുള്ളവരുണ്ടാവാം, ഇല്ലേ? നമുക്ക് എല്ലാവരെയും പറ്റി അറിഞ്ഞുകൂടല്ലോ. ഇപ്പം കേൾക്കാറില്ലേ മനുഷ്യർക്ക് ദുഃഖിച്ചിരിക്കുന്നതൊക്കെ ഇഷ്ടമാണെന്ന്, അങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കൽ ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർക്ക് ദുഃഖിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം, അവർക്ക് സന്തോഷിക്കാൻ തീരെ താല്പര്യമില്ല. എന്തുകൊണ്ട് നമുക്ക് അവരെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് ജനറലൈസ് ആയിട്ട് പറയാൻ പറ്റുമോ എല്ലാവരും സാധന ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതുകൊണ്ടാണ് സന്തോഷം നേടാൻ ആഗ്രഹമുള്ളവർ ആരൊക്കെയാണോ, ശാന്തിയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണോ അവരെല്ലാം സാധന ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ സാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ, അത് ജപം പോലത്തെ കാര്യങ്ങളൊക്കെയാണോ? ആവാം. എല്ലാവർക്കും ഒരേ സാധനയാണോ എന്നല്ലേ ചോദിച്ചത്? അത് ചിലർക്ക് ജപമാവാം, ചിലർക്ക് ധ്യാനമാവാം, ചിലർക്ക് പൂജയാവാം, ചിലർക്ക് അവരുടെ കർമ്മങ്ങൾ സാധനയാക്കി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അവരുടെ കർമ്മങ്ങൾ സാധനയാവാം. സത്യത്തിൽ ഏതു പ്രവൃത്തിയും സാധനയാക്കി മാറ്റുവാനാണ് ഒരു ഭക്തൻ ശ്രമിക്കേണ്ടത്. യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ എന്നൊരു ഭാഗം കേട്ടിട്ടില്ലേ? ചെയ്യുന്ന അർച്ചനകളും പൂജകളും എന്ന് വെച്ചാൽ അവനവൻ്റെ കർമ്മങ്ങൾ തന്നെ പൂജകളും അർച്ചനകളും ആക്കി ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഈശ്വരാർച്ചനയാണ് എന്ന് ധരിക്കുന്നവന് പ്രത്യേകിച്ചൊരു സാധന ചെയ്യണോ? അത് ഭക്തിയുടെ ഏകാന്ത ഭക്തിയുടെ ലക്ഷണമാണ്. ഏകാന്തം എന്ന് വെച്ചാൽ മനസ്സിലായോ? മനസ്സ് ഒന്നിൽ അലിഞ്ഞു ചേരാനുള്ള തീക്ഷ്ണമായ ഏകാഗ്രതയുള്ള മനസ്സ്. ഏകം അന്തം, ഒന്നിൽ അലിഞ്ഞു ചേരുക. ഏകാന്ത ഭക്തി ഈശ്വരനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, ആത്മസ്വരൂപത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന സാധന അവന് ജീവിതം മൊത്തം സാധനയായി തീരുക ചെയ്യുന്നത്. സകല കർമ്മങ്ങളും സകല പ്രവൃത്തികളും അവന് സാധനയാണ്. തുടക്കക്കാർക്കാണ് ഇയാൾക്ക് എന്ത് സാധന അനുഷ്ഠിക്കണം, എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത് എന്നൊക്കെയുള്ള തീരുമാനിക്കേണ്ടത്. പക്ഷേ പൂർണ്ണഭക്തന്, ഏകാന്ത ഭക്തന് എന്ത് റെസ്ട്രിക്ഷനാണ് ഉള്ളത്? എല്ലാത്തിലും ഈശ്വരനെ കാണുന്നവന് പ്രത്യേകിച്ച് ഈശ്വരാരാധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യണോ? പ്രത്യേകിച്ച് ജപം ചെയ്യണോ? പ്രത്യേകിച്ച് പൂജകൾ ചെയ്യണോ? വേണ്ട. ആ തലത്തിലെത്തുമ്പോൾ എല്ലാവരും ഒന്നായിത്തീരും. എല്ലാവരുടെയും സാധന ഒന്നായിത്തീരും. കാരണം ജീവിതം തന്നെ സാധനയായി മാറും. ഹരി ഓം ഗുരുജി. ഗുരുജി പറഞ്ഞു സാധന എല്ലാവരും ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ ഉള്ളതെന്ന്. അതെന്താ എല്ലാവർക്കും അങ്ങനെ തോന്നാത്തത്? സന്തോഷം വരാൻ തോന്നാത്തത് എന്താണ്? സന്തോഷമല്ലല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. ഞാൻ പറഞ്ഞ ഈശ്വരനാകുന്ന ആ സന്തോഷത്തെ പ്രാപിക്കാൻ, അല്ലെ ആത്മസ്വരൂപത്തെ പ്രാപിക്കാൻ അല്ലല്ലോ എല്ലാവരുടെ ആഗ്രഹമാണോ? അപ്പോൾ അവരെന്തിനാ സാധന ചെയ്യണം? പക്ഷെ അവർ സാധനയെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരം യത്നിക്കുന്നു. അവനെന്താ ചെയ്യുന്നത്? ആ പണം ഉണ്ടാക്കുന്നതിൽ, അല്ലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പത്തിൽ അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവനറിയാതെ സാധനയെ അവൻ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഫലം ദുഃഖമായിരിക്കും എന്നവനറിയുന്നില്ല. കാരണം അവനിലെ രജോ ഗുണമെന്ന് പറയും. രജസ് നിരന്തരം കർമ്മത്തിൽ ഏർപ്പെടുത്തി ദുഃഖിക്കാം. അവൻ്റെ രജോ ഗുണ പ്രധാനിയായതുകൊണ്ടാണ് അവൻ അത്തരം സാധന, അതായത് ആത്മസാധന ചെയ്യാൻ തോന്നാത്തത്.
ഇനി തമോ ഗുണപ്രധാനി അവൻ എന്തിനു സാധന ചെയ്യണം? കാരണം അവൻ ഓൾറെഡി നിദ്രയിലാണ്. ഉറക്കത്തിൽ കിടക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുമോ സാധന ചെയ്യണമെന്ന്? ഓൾറെഡി അവൻ സുഖമോ ദുഃഖമോ തിരിച്ചറിയാൻ പാടില്ലാത്ത ഇരുട്ടിലാണ്ട് കിടക്കുക. അവൻ എന്തിനാ സാധന ചെയ്യുക? അവൻ അത് തന്നെ സാധന. അതിൻ്റെ അപ്പുറത്തേക്ക് അവനൊന്നും അറിയില്ല. അവൻ മദ്യപിക്കുക, മോഷ്ടിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൊക്കെ അങ്ങ് പെട്ട് കിടക്കുക. അവനെന്ത് സാധന? അവനറിയേയില്ല ഏതാ സുഖം ഏതാ ദുഃഖമെന്ന്. ഇനി രജോ ഗുണത്തിൽ വരുമ്പോൾ അവന് കർമ്മങ്ങളിലെങ്കിലും അവൻ ആകൃഷ്ടനായി നിരന്തരം കർമ്മങ്ങൾ ചെയ്യും. പണം, പദവി തുടങ്ങിയ വസ്തുക്കൾക്ക് വേണ്ടി അവൻ പായും. അത് ചെയ്ത് അന്തത്തിൽ അവന് മനസ്സിലാകുമല്ലോ ഇതിലും സുഖമില്ല എന്ന്. അവൻ പതിയെ അവൻ്റെ മനസ്സ് പതിയെ സത്വതലത്തിലേക്ക് ഉയർത്തപ്പെടും. സാത്വികമാകുമ്പോൾ പതിയെ അവനിൽ നിർമ്മലത്വം, പ്യൂരിറ്റി ഉണ്ടായി വരും, ശുദ്ധത ഉണ്ടായി വരും. ആ ശുദ്ധ മനസ്സുള്ളവർക്ക് ഈ സാധനയോട് താല്പര്യം ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടാണ് സാമാന്യ മനുഷ്യർക്ക് ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തത്. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, അവർ സാമാന്യ ലോകപ്രേമികളല്ല, ഈശ്വരപ്രേമികളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈശ്വരവാദികളാകുന്ന എന്തുകൊണ്ടാ? നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ മനുഷ്യരുണ്ടോ? അവരങ്ങനെ പറയുന്നുണ്ടല്ലോ. അവർ സ്വയം നിരീശ്വരവാദികൾ എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇന്ന് അതുകൊണ്ട് നിരീശ്വരവാദികൾ എന്നല്ല, രാഷണാലിസ്റ്റ് എന്നൊക്കെയല്ലേ വിളിക്കുന്നത്, അല്ലേ? അഥിസ്റ്റിക് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പം മാറിയെന്ന് തോന്നുന്നു. ഈ ഈശ്വരൻ എന്ന് വെച്ചാൽ എന്താ? ഈശ്വരനെ എങ്ങനെ അനുഭവിക്കുമ്പോൾ എന്നിൽ ഞാനായിട്ട് അനുഭവിക്കുന്ന. അപ്പം ഞാനില്ല എന്ന് അവരാരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാനില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെ ഞാനില്ല എന്നാർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ഈ പറഞ്ഞ നിരീശ്വരവാദികൾക്ക് അനുഭവം ഉണ്ടോ ഞാനില്ല എന്ന്? അവര് ഞാൻ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ബോഡിയല്ലേ ആയിരിക്കാം. അതിപ്പം ഭക്തന് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു പിച്ചു വെച്ച് കഴിഞ്ഞാൽ കരയത്തില്ലേ? അപ്പം ഞാൻ ഫിസിക്കൽ ബോഡി അല്ലേ? ഇപ്പം നമ്മൾ പറയുന്ന അവരെ പറ്റിയെങ്കിൽ അവർ എന്ന് ഞാൻ വേറിട്ട് അവരെയും തിരിച്ച് കാണുന്നില്ല. കാരണം വെച്ചാൽ അവർ പറയുന്നത് നിങ്ങളുടെ മനോസൃഷ്ടമായ ഈശ്വരനില്ല എന്നല്ലേ. കാരണം ലോകഭ്രാന്ത്, പദവിക്ക് പണത്തിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് ഈശ്വരനെ മിക്കവാറും പേര് വിളിച്ചു പോകും. എന്തുകൊണ്ടാണ്? അവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെപ്പറ്റിയും അതിൻ്റെ ദോഷങ്ങളെപ്പറ്റി അവൻ ബോധവാനാവും ഏതെങ്കിലും തലങ്ങളിൽ, ഇല്ലേ? അവനപ്പോൾ ഈശ്വരൻ ക്ഷേത്രങ്ങളിൽ കൊണ്ട് പണം കൊടുക്കും, പള്ളികളിൽ കൊണ്ട് സ്വർണ്ണക്കുരിശും ഒക്കെ കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ യത്തീം ഖാനയെ കൊണ്ട് ധാരാളം പണം കൊടുക്കും. എന്തുകൊണ്ടാണ്? അവൻ്റെ ഉള്ളിൽ കുറ്റബോധം തുടങ്ങുന്നതുകൊണ്ടാണ്. ഞാനുണ്ടാക്കി അവിടെ എല്ലാം ഇംബാലൻസ് ആയതുകൊണ്ട് ഒരു കുറ്റബോധത്തിൽ നിന്ന്, ആ കുറ്റബോധത്തിൽ നിന്ന്, ആ ഭയത്തിൽ നിന്ന്, ഭയം ഉണ്ടാവുമല്ലോ, ആ ഭയത്തിൽ നിന്നുണ്ടാക്കുന്ന ഈശ്വരൻ റിയലാണോ? ഇനി ഭക്തൻ എങ്ങനെയാണ് ഭഗവാനെ സൃഷ്ടിക്കുന്നത്? അവൻ നിരന്തരം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കൊണ്ട് അവൻ അതിൽ നിന്നൊരു വിടുതൽ വേണം. അവനെല്ലാം നോക്കി പണം പദവിക്കൊന്നും ആ സുഖം അവൻ്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവനെന്ത് ചെയ്യും? സാധനാദി വിഷയങ്ങളിലേക്ക് കിടക്കും, ഈശ്വരനെ ആരാധിക്കും, 5 നേരം നിസ്കരിക്കും, പള്ളിയിൽ പോവും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, ധ്യാനിക്കും, പൂജിക്കും, ജപിക്കും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും അവന് സുഖം കിട്ടുന്നില്ല. അവനെ ആരെയായി പൂജിക്കുന്നത്? അവൻ്റെ സൃഷ്ടാവായ ഈശ്വരൻ അവൻ വിളിക്കുന്നത് അവൻ്റെ സൃഷ്ടിയായ ഈശ്വരനെ അല്ലേ? അതിനെ എത്തിസ്റ്റുകളെന്നോ നിരീശ്വരവാദികൾ എതിർക്കുന്നത് എന്താ തെറ്റ്? ഉള്ള കാര്യമല്ലേ അവർ എതിർക്കുന്നത്? അങ്ങനെ ഈശ്വരനുണ്ടോ? പക്ഷെ അവരില്ല എന്ന് പറയുന്ന ഈശ്വരൻ അവർ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റുമോ ഈശ്വരൻ ഇല്ല എന്ന്? ഭാരതീയ ദർശനങ്ങൾ ഈശ്വരൻ നീയാണെന്നല്ലേ പറഞ്ഞിരിക്കണേ. അപ്പം നിരീശ്വരവാദികൾ ഉണ്ടോ? ഈശ്വരനല്ലേ ഉള്ളൂ. ഈശ്വരവാദികളുമില്ല, നിരീശ്വരവാദികളുമില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം.